എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ചെറിപ്പിക്സ്. എളുപ്പത്തിലൊരു ലഞ്ചോ ഡിന്നറോ ഒക്കെ ഉണ്ടാക്കേണ്ടപ്പം വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് നല്ല തനി നാടൻ രുചിയിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്പെഷ്യൽ റൈസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ചോറും കറിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഒരുപാട് നേരം എടുക്കില്ല, പക്ഷേ ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു അരമണിക്കൂറിൻ്റെ ആവശ്യമേ ഉള്ളൂ. അത്രയും എളുപ്പത്തിൽ എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസാണ്. ഒരു സ്പെഷ്യൽ തേങ്ങാച്ചോറ് എന്നൊക്കെ പറയും, പക്ഷേ തേങ്ങാച്ചോറ് നമ്മൾ വളരെ സിമ്പിളായിട്ടല്ലേ ഉണ്ടാക്കുന്നത്. ഇതൊരു സ്പെഷ്യൽ തേങ്ങാച്ചോറാണ്, അല്ലെങ്കിൽ ഒരു നാടൻ കോക്കനട്ട് മിൽക്ക് പുലാവ് എന്ന് പറയാം. നമ്മൾ ഇതിന് മുന്നേ ഇട്ട് വെജിറ്റബിൾ പുലാവ് ട്രൈ ചെയ്തവർക്കൊക്കെ ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മളിതും ഉണ്ടാക്കുന്നത്. എങ്കിൽ ഇതിന് നല്ല തനി നാടൻ ടേസ്റ്റാണ്. നമ്മൾ ചട്ടിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ നാടൻ കോക്കനട്ട് മിൽക്ക് പുലാവ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത് കാണാം. തനി നാടൻ ടേസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളിത് ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രത്തിൽ ഉണ്ടാക്കാം, എങ്കിലും കഴിവതും ചട്ടിയിൽ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഒരു മൺചട്ടിയിലോട്ട് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എണ്ണയൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 ഏലയ്ക്ക, 3 ഗ്രാമ്പു, 1 കഷ്ണം പട്ട, 1 തക്കോലം, പിന്നെ 2 ബേ ലീവ്സും, ഇത് കൂടാതെ 1 ടീസ്പൂൺ മുഴുവനത്തെയുള്ള കുരുമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ അളവ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ചെയ്യാൻ നേരം അവിടെ നോക്കി ചെയ്താൽ മതി. ചെറിയ തീയിൽ നല്ലൊരു മണം വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് 2 ചെറിയ സവാള ഇതുപോലെ സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ 6 എരിവുള്ള പച്ചമുളകാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നല്ല സ്പൈസി ആയിട്ടുള്ള നല്ല മണമുള്ള പച്ചമുളക് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അധികം സ്പൈസ് വേണ്ടാന്നുണ്ടെങ്കിൽ 4 പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഉള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് വാടി കഴിയുമ്പോഴത്തേക്കും, കളറൊന്നും മാറേണ്ട ആവശ്യമില്ല, നല്ലപോലെ ഒന്ന് വാടി കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് 1 കപ്പ് ഫ്രോസൺ ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. ഗ്രീൻ പീസും കൂടെ ചേർത്ത് ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 അര നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. നാരങ്ങാ നീരും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി അധികം കാര്യങ്ങളൊന്നും ബാക്കിയില്ല. അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേയായിട്ട് ആദ്യം നമ്മൾ ബാസ്മതി റൈസ് ഒരു 1.5 കപ്പ് കഴുകി വെള്ളത്തിൽ കുതിരാനായിട്ട് ഇട്ട് വെക്കുക. 1.5 കപ്പ് ബാസ്മതി റൈസ്, ഒരു 150 ഗ്രാം ബാസ്മതി റൈസ് ഉണ്ടാവും. ഞാൻ ഇന്ത്യ ഗേറ്റിൻ്റെ ക്ലാസിക് ബാസ്മതി റൈസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. നമ്മുടെ കോക്കനട്ട് മിൽക്ക് പുലാവാണല്ലോ, അതിനായിട്ട് ഞാൻ 3 കപ്പ് അളവിലുള്ള തേങ്ങാപ്പാലാണ്, 1/2 കപ്പ് കുറുകിയ തേങ്ങാപ്പാലിൽ 2.5 കപ്പ് വെള്ളം ചേർത്ത് നേർപ്പിച്ചെടുത്തതാണ്. ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് നേരത്തെ എടുത്ത് വെക്കാത്തതുകൊണ്ടാണ് അതിങ്ങനെ പിരിഞ്ഞ പോലെ ഇരിക്കുന്നത്. ടേസ്റ്റിലൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് നല്ല അളവിൽ കറിവേപ്പില ചേർത്ത് കൊടുക്കാം, ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറിവേപ്പില നല്ല അളവിൽ ചേർത്ത് കൊടുത്താലേ നമുക്ക് ആ ഒരു തനി നാടൻ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ ഒരു പുലാവിൻ്റെ ടേസ്റ്റ് ആയിരിക്കും കിട്ടുന്നത്. അപ്പം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ചെറുതായിട്ട് ഒന്ന് തിളയ്ക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന ബാസ്മതി റൈസ് 1.5 കപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മൾ നേരത്തെ കഴുകി വെള്ളത്തിൽ കുതിരാനായിട്ട് ഇട്ട് വെച്ചതാണ്, അത് ഊറ്റിയിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 1 പിടി ഫ്രൈഡ് അണിയൻസ് അല്ലെങ്കിൽ വറുത്ത ഉള്ളി ചേർത്ത് കൊടുക്കാം. നല്ല തൂവെള്ള കളറിലാണ് കോക്കനട്ട് റൈസ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാനായിട്ട് ചേർത്താൽ മതി. പക്ഷേ ടേസ്റ്റാണ് കൂടുതലായിട്ട് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ചെറിയ തീയിൽ 8 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഏറ്റവും ചെറിയ തീയിൽ വേണം അടച്ച് വെച്ച് 8 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഒരു 8 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ താഴെ തുറന്ന് നോക്കി, അടിയിൽ വെള്ളമൊക്കെ ഉണ്ടോ എന്ന് നോക്കി, വെള്ളമൊന്നുമില്ല, കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അപ്പം തന്നെ നമ്മളിത് അടച്ച് വെക്കുക. ഒരു 15 മിനിറ്റ് ആ ചൂടിൽ അത് അങ്ങനെ ഇരിക്കട്ടെ. 15 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് തുറന്ന് നോക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ല കറക്റ്റ് വെന്ത ചോറൊക്കെയാണ്. ഇത്രയും എളുപ്പത്തിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നതെങ്കിലും നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഫ്രഷ് ആയിട്ട് പിഴിഞ്ഞെടുത്ത കോക്കനട്ട് മിൽക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇതിലും ടേസ്റ്റാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഉള്ളി നമുക്ക് സമയം കിട്ടുമ്പോൾ വറുത്ത് ഫ്രീസറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പുലാവും ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇതുപോലെ എടുത്ത് പെട്ടെന്ന് യൂസ് ചെയ്യാം. ഇതൊക്കെ വളരെ എളുപ്പത്തിലപ്പോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, സമയമൊന്നും എടുക്കാതെ. ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഫ്രൈഡ് അണിയൻസും ഒക്കെ ഇട്ട് ഗാർണിഷ് ചെയ്തെടുക്കാം. അതെന്തൊക്കെ ഇടണമെന്നുള്ളത് ഓപ്ഷണലാണ്. ശരിക്കും നല്ല തനി നാടൻ ടേസ്റ്റാണ്. ചട്ടിയിലും ആ കറിവേപ്പിലയും കൂടെ ഒക്കെ ചേരുമ്പോഴത്തേക്കും വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുലാവാണ്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കല്. ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടിക്കോളും. അപ്പോൾ പുതിയ റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.